ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിളായി ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഇന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു 300 കോയിൻസ് സൈനപ്പ് ബോൺസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒട്ടനേകം ആയിട്ട് എങ്ങനെ കോയിൻസ് ഏൺ ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് മണിയാക്കി വിഡ്രോ ചെയ്യുന്നത് എങ്ങോട്ടും നോക്കാം. UPI ഉണ്ട് വിഡ്രോ, പേടിഎമ്മിലേക്കും എല്ലാത്തിലേക്കും വിഡ്രോ ഉള്ള കിടിലൊരു ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും 300 കോയിനാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു 506 കോയിൻ. അതായത് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും, മണി ഏൺ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഡെയിലി ചെക്കിൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെയിലി ചെക്കിൻ, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഡെയിലി ചെക്കിൻ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഡെയിലി നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ഞാൻ ഒരു 2 സ്ക്രാച്ച് കാർഡും സ്ക്രാച്ച് ചെയ്തു. പിന്നെ ഒരു ക്യാപ്ചയും കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ കോയിൻ കിട്ടിയിരിക്കുന്നു. 506 കോയിൻസാണ് കിട്ടിയിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് സ്ക്രാച്ച് കാർഡ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പം ജസ്റ്റ് ഒരു ആഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം ജസ്റ്റ് ഒരു ആഡ്സ് വരുന്ന ക്ലോസ് ചെയ്യും. അപ്പോൾ ആഡ്സ് ക്ലോസ് ചെയ്ത ഉടനെ നമുക്ക് ഇവിടെ സ്ക്രാച്ച് കാർഡ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കവിടെ 16 കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആഡ്സ് വരും. അപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ആഡ്സ് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് പറ്റും 16 കോയിൻ ക്ലെയിം യുവർ കോയിൻ എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലെയിം യുവർ കോയിൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തോളൂ. അപ്പം സക്സസ്ഫുൾ ആയിട്ട് വീണ്ടും ഒരു ആഡ്സ് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും, കോയിൻ സക്സസ്ഫുള്ളി ആഡഡ് യുവർ വാലറ്റ്. അപ്പം ഗോ ടു ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഗോ ടു ഹോമിലേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ കോയിൻസ് ആഡ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പം കാണാൻ പറ്റും നിങ്ങൾക്ക് നമ്മുടെ 506 കോയിൻ എന്നുള്ളത് 522 കോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ച എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്തുകൊണ്ടും കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെയിലി 10 സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും. ഈ 10 സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡെയിലി വിഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വിട്ടതിന് അത് പിക്കായാണ് പക്കായിട്ട് പേയ്മെൻറ്റ് ചെയ്യും. പേയ്മെൻറ്റ് വെരിഫൈഡ് ആണ്. അപ്പം ക്യാപ്ച എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ്സ് വരും. ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം ക്യാപ്ചയും സ്ക്രാച്ചിൻ്റെ ഉള്ള നിങ്ങൾക്ക് ഡെയിലി 10 കിട്ടും. നമുക്കിപ്പം ഇനി 8 കൂടെ ബാക്കിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഇത് തന്നെ കൊടുക്കുകയാണ് 498730. ഇതാണ് നമ്മുടെ നമ്പർ. പിന്നെ ഈ ഒരു നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ആടാവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു എൻ്റെ 10 കോയിൻ. അപ്പം നിങ്ങൾ ഒരു ക്യാപ്ച എൻ്റർ ചെയ്തോടെ നിങ്ങൾക്ക് 10 കോയിൻ കിട്ടും. അപ്പം നിങ്ങൾ സെയിം സ്ക്രാച്ച് കാർഡിൽ എങ്ങനെയാണോ ചെയ്ത് ക്ലെയിം യുവർ കോയിൻ എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കോയിൻ ക്ലെയിം ആയിട്ടുണ്ട്. കോയിൻ സക്സസ്ഫുള്ളി ആഡഡ് യുവർ വാലറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഗോ ടു ഹോം എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 532 കോയിൻ ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അപ്പോൾ സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് 10 കിട്ടുന്നുണ്ട്, ക്യാപ്ചയും 10 കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്പിൻ ആൻഡ് വീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് വരും, ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്പിൻ ചെയ്തേക്കാണ്. സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് ജോക്കറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സ്പിൻ നിങ്ങൾക്ക് ടൈമിംഗ് ഉണ്ട്, അതേപോലെ ലിമിറ്റേഷനും ഉണ്ട്. നിങ്ങൾക്ക് കോയിൻ തന്നെ എപ്പോഴും കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ഹെഡ്സെറ്റ് കിട്ടാനുള്ള താമസമുണ്ട്, അതേപോലെ ഡ്രിമ്മർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് ജോക്കർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്പിൻ എന്ന് പറയുന്നതിൽ ഞാൻ ഇതിൽ അധികം ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ സ്പിൻ ചെയ്താൽ മതി. ഇത് ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് ആണ് എൻ്റെ എന്ന് വെച്ചാൽ ജോക്കർ കിട്ടാൻ പറ്റും. അതേപോലെ നമുക്ക് എപ്പോഴും കോയിൻ കിട്ടണമെന്നും ഇല്ല ഈ സ്പിന്നിലൂടെ. അപ്പം ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങുക. സ്പിൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാജിക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഡെയിലി ചെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ്സ് വരും, ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു 8 മാജിക് ബോക്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ആഡ് വരും, ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മാജിക് ബോക്സിൽ നിന്നും 5 കോയിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ക്ലെയിം കോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആഡ് വരും, ആഡ് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ടോട്ടൽ 526 കോയിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാജിക് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് 8 മാജിക് ബോക്സ് കിട്ടും. അപ്പോൾ 8 മാജിക് ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അതായത് നിങ്ങൾക്ക് 1000 കോയിൻസ് വരെ ഒരുമിച്ച് ഒറ്റയടിക്ക് കിട്ടാനുള്ള ചാൻസുള്ള മാജിക് ബോക്സുകളാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിൽവർ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റാൾ ബോക്സ്. അതായത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെബ്സൈറ്റോ ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരിക.
സിൽവർ ബോക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗോൾഡ് ബോക്സ്, അതേപോലെ പ്ലാറ്റിനം ബോക്സ്. ഈ ഗോൾഡ് ബോക്സും പ്ലാറ്റിനം പോലും സിൽവർ ബോക്സ് പോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഗോൾഡ് ബോക്സിലെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആഡ്സ് കണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 40 കോയിനും, പ്ലാറ്റിനം ബോക്സിലെ ഒരു ആഡ്സ് കണ്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 80 കോയിനുമാണ് ലഭിക്കുന്നത്. അപ്പം ഇത് ഈ ഗോൾഡ് ബോക്സും പ്ലാറ്റിനം ബോക്സും സെയിം സിൽവർ ബോക്സിൻ്റെ സെയിം ആണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഇൻ്റർഫേസ്. ഇതിൽ കൂടാതെ നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓഫർ വാൾസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4 ഓഫർ വാൾസ് കാണാൻ പറ്റും. ഈ 4 ഓഫർ വാളും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യുന്ന ഓഫർ വാളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ 4 എണ്ണവും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സർവേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ഈ ഒരു 6 കമ്പനികളും ഇവിടെ സർവേ ചെയ്യുന്നുണ്ട്. ഇതിലെ എല്ലാം നല്ല സർവേ കമ്പനികളാണ്, പൈസ കൊടുക്കുന്ന കമ്പനികളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൾ ഫിഷിനെയൊക്കെ പറ്റി അറിയാമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സർവേ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങൾക്ക് സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത്രയാണ് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എൻട്രികൾ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ എന്ന് നോക്കാം. വിഡ്രോ എന്ന് നിങ്ങൾക്ക് ഇവിടെ മൂന്നാമതായിട്ടൊരു വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റും. ഇവിടെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 1200 കോയിനാണ്. 1200 കോയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് 10 രൂപയായിട്ടായിരിക്കും നമ്മുടെ UPIയിലേക്കും ബാങ്കിലേക്കും പേപ്പാലിലേക്കും ബൈനാൻസിലേക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആമസോൺ പേ, ഗൂഗിൾ പേ, ഒട്ടുമിക്ക ബ്രാൻഡഡ് അതായത് പോപ്പുലറായിട്ടുള്ള എല്ലാ സൈറ്റിലേക്കും വിഡ്രോ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് UPIയിലേക്ക് വിഡ്രോ ചെയ്യാം, അതേപോലെ ബാങ്കിലേക്കും വിഡ്രോ ചെയ്യാം, ആമസോൺ പേ ഗിഫ്റ്റ് കാർഡായിട്ടും വിഡ്രോ ചെയ്യാം, പിന്നെ ഗൂഗിൾ പേ ആവശ്യമുള്ളവർ ഗൂഗിൾ പേയിലായിട്ടും വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എത്ര കോയിനാണോ ഇഷ്ടമുള്ളത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബാങ്കാണോ UPI ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ 587 കോയിനേ ഉള്ളൂ, അതുകൊണ്ട് വിഡ്രോ ആവത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള വിഡ്രോ ആണ്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്കും അതേപോലെ ടെലിഗ്രാം ചാനലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും ഇട്ടേക്കാം. അപ്പം പേയ്മെൻറ്റ് പ്രൂഫ് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.